ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ചെടികൾ നടുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് കൃഷിയും കൂടെ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ പറമ്പൊക്കെ ദാണ്ട് കാടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് പച്ചക്കറികളോ അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. കുറച്ച് ചെടികളൊക്കെ നടുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ നടുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു നല്ലൊരു ചെടി ഞാൻ ഒരു കൊല്ലം മുന്നേ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂക്കളാണിത്. അപ്പോൾ ഇത് തറയിലായിരുന്നു ഞാൻ നട്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ട് പൂവുണ്ടായി. ഇപ്പോൾ കുറച്ച് സൂര്യപ്രകാശം കിട്ടാത്ത ഒരു സ്ഥലത്ത് തന്നെയാണ് അതിരിക്കുന്നത്. അത് കാരണം പൂക്കളില്ല. അത് ഞാനിപ്പോൾ തറയിൽ നിന്നും ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം നമുക്കതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മൾ പറമ്പിൽ കുറച്ച് ചെടികളൊക്കെ നടുന്നുണ്ട്. ഇത് നമ്മുടെ പനീർ ചാമ്പ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ നല്ല വലിയ ചാമ്പയ്ക്കാണ് ഉണ്ടാകാറുള്ളത്. ഇനി നമ്മളിവിടെ നടുന്നത് മുള്ളാത്ത എന്ന് പറയുന്ന നല്ല ആത്തപ്പഴം കിട്ടുന്ന ഒരു ചെടിയുണ്ടല്ലോ, അതാണ് മുള്ളാത്ത. അപ്പോൾ അതും നമ്മളിന്നിവിടെ നട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ സാധാരണ ചാമ്പ, നാടൻ ചാമ്പ, ചെറിയ ചാമ്പയ്ക്കയില്ലേ, അതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ നട്ടുകൊണ്ടേ ഇരിക്കുകയാണിന്ന്. ഇതിൻ്റെ പേര് എന്താ പറയുക, പുളിയില്ലേ, ചീമപ്പുളി എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുക. ഈ മാവ് നമ്മളിവിടെ നേരത്തെ നട്ടതാണ്. അത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടെ മുറ്റത്ത് തന്നെ നമുക്കൊരു പ്ലാവുണ്ട്, അത് നിറയെ ചക്കയുണ്ട്. ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു നെറ്റൊക്കെ കെട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ചതാണ്, നമ്മുടെ കോവലിൻ്റെ തൈ. അപ്പോൾ ഗ്രോ ബാഗിൽ ഇത് വളർന്ന് ഇപ്പോൾ ഇലകളൊക്കെ പടർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു ഒരു പന്തലൊക്കെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആയില്ലേ, ഇതൊക്കെ വള്ളിയൊക്കെ പടർന്ന് പോകണമെങ്കിൽ ഒരു പന്തൽ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പടർത്തി വിടാനായിട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ. അപ്പം കുഴിയെടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിന്നും ആ ചെടി പറിച്ച് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 തൈയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പടർന്ന് കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങും. ഇനി ഇവിടെ നമ്മൾ ലൗലോലി എന്ന് പറയുന്ന ഒരു കായ ഉണ്ടാകുന്ന മരം ഉണ്ടല്ലോ, അതിൻ്റെ തൈയാണ് ഇത്. കിലോ പേര, ഇതിൻ്റെ പേരയ്ക്ക വലിയ പേരയ്ക്കയാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ട്. ഇനിയും നമ്മുടെ നീലക്കൊടുവേലി ഇവിടെ നിന്ന് ഞാൻ പറിച്ച് നടാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ പൂ വളരെ മനോഹരമായിട്ടുള്ള പൂവാണ്. ഇത് ഇപ്പോൾ ഷെയ്ഡിനടിയിലായത് കാരണം ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല, സൂര്യപ്രകാശം ശരിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നും ഒന്ന് മാറ്റിയിട്ട് തൽക്കാലം ഒരു വലിയ ചട്ടിയിലേക്ക് അങ്ങ് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ നട്ടിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു ഇതിൽ. അപ്പം ഞാനിതൊന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പം നമ്മളിത് കിളച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടെ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് സിമെൻറ്റ് ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് ഹോളൊക്കെ ഉള്ളതാണ്. ഇതിൽ ആദ്യം കുറച്ച് നമ്മൾ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ചെടി കിളച്ചും കൊണ്ട് വരും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നടാമല്ലോ. അപ്പോൾ അടിയിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ചകിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മളെല്ലാം ചെടിച്ചട്ടികൾ നിറയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ ചകിരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ്, അതായത് നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ കൂട്ടിയിളക്കിയത്. അപ്പം ഒരു 1/4 ഭാഗത്തോളം നമ്മളത് നിറച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് കിളച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കതിൽ കൊണ്ട് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ വേരൊക്കെ നന്നായിട്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മളിത് കിളച്ചെടുക്കണം. ആദ്യം ഇപ്പോൾ മഴയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. വേര് പൊട്ടാതെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു ചെറിയ കുഴി ഉണ്ടാക്കി വേര് ഒട്ടും കളയാതെ തന്നെ മണ്ണിങ്ങനെ മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കിളച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെടികൾ ഞാൻ തറയിൽ നട്ടിട്ട് പിന്നീട് ചട്ടികളിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു നല്ല ശീലം തന്നെയാണ്. അത്ര കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേര് മുറിയാതെ നമ്മൾ കുറച്ച് ആഴത്തിൽ ഇങ്ങനെ നമ്മുടെ ഈ കിളയിൽ കൊണ്ട് ഇങ്ങനെ കിളച്ചിട്ട് വേണം നമുക്ക് ഇതെടുക്കാൻ, വേര് മുറിയാതെ തന്നെ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മഴക്കാലത്ത് മാത്രമേ മാറ്റി നടിയിലൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും നമ്മുടെ ചെടി. ഇപ്പോൾ ഇത് നമ്മൾ വേരോട് ആ മണ്ണോട് കൂടി തന്നെയാണ് കിളച്ചെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല വലിയൊരു ചെടിയായിട്ടുണ്ട് ഇത്. ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകുമായിരിക്കും. അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട്, ഈ ചെടികൾ നടുന്ന സമയത്ത് ചട്ടികളിലേക്ക് വലിയ ചെടികളൊക്കെ എങ്ങനെ നടുന്നത്, ആ സമയത്ത് അത് ഉണങ്ങിപ്പോകുമോ?
അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഈ ചെടി എന്തായാലും ഞാനൊന്ന് കിളച്ച് നട്ട് കഴിയുമ്പോൾ ആൾക്കാർക്കൊക്കെ സംശയങ്ങൾ തീരുമല്ലോ. അപ്പം നമ്മൾ ഇതിൽ ആദ്യം കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ചെടി എടുത്ത് വെച്ചത്. ആ വേരൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. ഇനി ബാക്കി ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നമ്മൾ ഇനി നിറച്ച് കൊടുക്കണം. ഇത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ്. ഇപ്പം മറ്റ് വളങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. വളമൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാരണം വേറെ ഒന്നും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇതിൽ. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണിട്ടതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ അമർത്തി കൊടുക്കണം. ഇല്ലെന്നുണ്ട് കാരണം വലിയ ചെടിയായത് കാരണം ഇളകി പോരരുത്. അപ്പം ഓരോ പ്രാവശ്യം മണ്ണിടുമ്പോഴും നന്നായിട്ട് നമ്മൾ അതൊന്ന് അമർത്തി കൊടുക്കുക. 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗത്ത് കുറച്ച് ചകിരിച്ചോറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഈർപ്പം നിലനിൽക്കും അവിടെ. ആ ചെടിക്ക് നല്ലതായിട്ട് എപ്പോഴും ചകിരിച്ചോറിനുള്ളിൽ ചകിരിച്ചോറ് വെള്ളം പിടിച്ച് വെക്കാൻ വളരെ കഴിവുണ്ട് ചകിരിച്ചോറിന്. അപ്പോൾ അത് നമ്മൾ വെള്ളം ദിവസേന ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ചകിരിച്ചോറ് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് നമ്മുടെ ചെടിക്ക് ആവശ്യമായ വെള്ളം അത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ആ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു. നന്നായിട്ട് നട്ടിട്ടുണ്ട്. ഇത്രയും വലിയ ചെടിയായതാണ്. കാരണം ഇതിൽ ചെറിയ മുട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് പൂക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഒരു വള്ളിയൊക്കെ ഇട്ട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. പക്ഷേ വിടർന്ന് തന്നെ നിൽക്കട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടൊന്നും കെട്ടിക്കൊടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാനതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മുടെ നീലക്കൊടുവേലി നമ്മൾ മണ്ണിൽ നിന്നും കിളച്ച് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു ചെടി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ തന്നെ ഞാൻ ഇതുപോലെ ഇവിടെ മുറ്റത്ത് സ്ഥലമില്ലാതിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നും കിളച്ച് മാറ്റി ഇങ്ങോട്ട് മാറ്റി വെച്ചൊരു ചെടിയാണിത്. ഇതിപ്പോൾ നമ്മുടെ പറമ്പിലാണ് ഈ ചെടി നിൽക്കുന്നത്. ഇതെന്നെക്കൊണ്ട് മാത്രം കിളച്ച് മാറ്റാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരാളെ കൊണ്ടാണ് ഇത് കിളപ്പിച്ചൊക്കെ ഇവിടെ കൊണ്ട് നട്ട് പിടിപ്പിച്ചത്. അപ്പോൾ ഇത് നിറയെ പൂക്കളുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ നീലക്കൊടുവേലി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ആമ്പൽ നട്ടത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആമ്പലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തീരെ ഒരു ചെറിയ തൈ നട്ടത് അത് നമ്മുടെ ആമ്പൽ പടർന്ന് ഇത്രയും ആയിട്ടുണ്ട്. ശരിക്കും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കുളം നിറഞ്ഞു നിൽക്കുകയാണ്. തീരെ 2 ഇലയുള്ളായിരുന്നു, ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റിലുമായിട്ട് ഞാൻ കുറേ റോസുകൾ ഇവിടെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് റോസപ്പൂക്കൾ ഉണ്ടായിരുന്നത് നിറയെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ മഴ കാരണം റോസപ്പൂ എല്ലാം അങ്ങോട്ട് അളിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇതിവിടെ നിർത്തി വെച്ചിരുന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ റോസിൽ ഇങ്ങനെ ഇതുപോലെ ചെടികൾ ഉണങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വിടണം. ഇപ്പോൾ ആമ്പൽക്കുളത്തിന് ചുറ്റും നിറയെ റോസപ്പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിപ്പോൾ കണ്ടില്ലേ, മഴയും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പൂക്കളുടെ ഭംഗിയൊക്കെ പോയി. ഇനി അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പുതിയ പൂക്കൾ ഉണ്ടാകില്ല. അപ്പോൾ നമ്മളതെല്ലാം ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം. അതിപ്പോൾ ഏത് റോസിലാണെങ്കിലും നമ്മൾ പൂക്കളുണ്ടായി ഒന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അതെല്ലാം കട്ട് ചെയ്ത് ഇലയോടുകൂടി തന്നെ കട്ട് ചെയ്ത് കളയണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റോസ് നിറയെ അടുത്ത പൂവിടാൻ തുടങ്ങും. അപ്പോൾ റോസിൻ്റെ പരിചരണമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം വീട്ടിൽ റോസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇതിൽ നമ്മുടെ ആമ്പൽക്കുളത്തിൽ കുറച്ച് ഗപ്പിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം കണ്ടില്ല, നമ്മുടെ വേറെ കുറേ റോസുകളുണ്ടായിരുന്നു. അതെല്ലാം ഒരുമാതിരി അങ്ങ് ഭംഗിയൊക്കെ പോയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ആദ്യത്തെ പൂ കഴിയുമ്പോൾ പിന്നീട് പൂക്കളൊന്നും ഉണ്ടാകുന്നില്ലെന്ന്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഈ റോസുകളൊക്കെയും 2ാമതും 3ാമതും ഒക്കെ ആയിട്ട് ചെടിയിൽ പൂവായി നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിൽ നിന്ന് കുറച്ച് തണ്ടും കൂടെയൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നഴ്സറിയിൽ നിന്നും പണ്ട് വാങ്ങിയിരുന്ന കുറച്ച് ചെടികളാണ് ഇതെല്ലാം. ഈ റോസുകളെല്ലാം ഇതെല്ലാം ഞാൻ അവിടെ നട്ടതിന് ശേഷം വീണ്ടും പൂക്കൾ ഉണ്ടായതാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പരിപാലിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇനിയിപ്പോൾ കണ്ടോ, ഇതൊക്കെ പഴയ കുറച്ച് റോസുകളാണ്. അതിലും പൂക്കളൊക്കെ വന്നതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ കവറിൽ വെച്ചേക്കാതെ ചട്ടിയിലേക്ക് മാറ്റി നടുന്ന സമയത്ത് ചാണകപ്പൊടിയും
മുട്ടയുടെ തോടും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നടാവൂ. അപ്പോൾ റോസ് ചെടിയുടെ പരിചരണവും നടീൽ രീതിയും വളം കൊടുക്കുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായി തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ അപ്പം നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കൂടെ കാണുന്നതുവരേക്കും ബൈ.